അതിനു പകരം അയാൾ ആ കൊച്ചിനോട് പോയി നേരിട്ട് ചോദിച്ചത് മര്യാദയാണോ? ആ പോട്ടെ, ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു വിഷമൊന്നും വേണ്ട. നാളെ VP-ഏട്ടനെ കാണുമ്പോ നിങ്ങളൊരു സോറി അങ്ങ് പറഞ്ഞേക്ക്. ഇനി അതിന്റെ പേരില് VP-ഏട്ടനും ഗീതേച്ചിക്കും വിഷമൊന്നും തോന്നണ്ടല്ലോ. എന്തിന്? നീ ഒന്ന് അടങ്ങിയിരി അശ്വതി. മുരളിയുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം അങ്ങനെ പോയി ആരുടെ മുന്നിൽ ചെറുതാകേണ്ട കാര്യമില്ല. ആ കഴിച്ചിട്ട് പോമോളെ. മതി. ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് അവളുടെ മുന്നിൽ അവതരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഏതായാലും മാളുവിന് കല്യാണക്കാര്യത്തിൽ താല്പര്യക്കുറവൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാ ബുദ്ധി. ആദ്യം നിശ്ചയം, പിന്നെ 2-3 മാസത്തിനകത്ത് കല്യാണം. ഇനിയിപ്പോ പഠിത്തം കഴിയാനൊന്നും കാത്തു നിൽക്കണ്ട. കെട്ടുകഴിഞ്ഞും പഠിക്കാൻ പോകുന്ന എത്രയോ പെങ്കൊച്ചുങ്ങളുണ്ട്. എത്രയും വേഗം ആ പെങ്കൊച്ചുമായിട്ടുള്ള ചങ്ങാത്തോ അടുപ്പോ ഒക്കെ മാറ്റിയെടുക്കുന്നതാ ബുദ്ധി. നോക്കട്ടെ. നോക്കിയാ പോരാ, ഈ ചൂടിലങ്ങ് നടത്തിയെടുക്കുന്ന നല്ലത്. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാ. നീ ഇരിക്കുമോളെ, ഞാൻ പാത്രം എടുത്തോണ്ട് വരാം. എന്ത് കണ്ടിട്ടാണോ തന്നെ ഞാൻ പ്രേമിക്കേണ്ടത്? ആരും പ്രേമിച്ചു പോകുന്ന മുതലാണല്ലോ. എടോ, പ്രേമിക്കാൻ പോയിട്ട് പെണ്ണാണല്ലോ എന്നുള്ള വിചാരത്തോടെ ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു ആൺകുട്ടി തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അപ്പോ എന്തു പറ്റി നിനക്ക്? എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അപ്പോ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛനോട് നീ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? അച്ഛനോട് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേത് കാര്യം അമ്മ ഉദ്ദേശിക്കുന്നു? അരുണിന്റെ കാര്യം. ശരിക്കും നിനക്ക് ആ പയ്യനോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? എന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഒന്നുമില്ല. അല്ല, അമ്മ ഈ പറഞ്ഞ അരുൺ പാക്കറിനെ കണ്ടിട്ടുണ്ടോ? ഞാനങ്ങും കണ്ടിട്ടില്ല. അത് പറ. അവനെ കണ്ടിരുന്നെങ്കിലേ അമ്മ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല. അമ്മ ഈ 80s പടം TV-യിൽ വരില്ലേ? അതിനകത്ത് ചില നായകന്മാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ദേവദാസ് ലൈൻ. അത്രയ്ക്ക് ശോക കാഴ്ചക്ക് ഈ പാക്കര്. പക്ഷെ ആള് പഠിച്ച കള്ളനാ. പിന്നെ നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞതോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പോ ദേ കളിക്കല്ലേ, പറ. നിനക്കവനെ ശരിക്കും ഇഷ്ടമായിരുന്നില്ലേ? അവനോടെന്നല്ല, ഒരുത്തനോടും അപ്പൂന് ഇതുവരെ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് തോന്നുകയില്ല. അപ്പൊ നീ അച്ഛനോട് കള്ളം പറഞ്ഞതാ? അതെ, കള്ളം പറഞ്ഞതാണ്. എന്താ അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? അവനെ എനിക്ക് ഇഷ്ടമല്ല. അവൻ മാളുവിനെ കെട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാനത് സമ്മതിക്കയില്ല. അപ്പോ അപ്പൊ നുണ പറഞ്ഞ് നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? യു ചീറ്റ്. ഹൗ ഡെയർ യു? അടിക്കല്ലേ, അവളെ ഒന്നും ചെയ്യല്ലേ. എന്തൊക്കെ പെരുന്നുണകളാ നീ എന്നോട് പറഞ്ഞത്? അതൊക്കെ വിശ്വസിച്ച് ഞാൻ വെറും വിട്ടി. വേണം, എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്തിനാ നീ ഇങ്ങനെ ബാക്കിയുള്ളവരെ കൂടി വെറുപ്പിക്കുന്നത്? നീ കാരണം
മുരളി പോലും എന്നോട് മോശമായിട്ട് പെരുമാറി. അപ്പൊ വിഷമം തോന്നിയെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലായി, മുരളി ചെയ്തത് ശരിയാ. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. എല്ലാറ്റിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എന്തിനു വേണ്ടിയായിരുന്നോ നീ ഈ കള്ളം പറഞ്ഞത്, ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. മാളുവിന്റെ അരുണിന്റെയും വിവാഹം നടത്താൻ മുരളി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുവരെ അത് മുരളിയുടെ വാശിയാണെങ്കിൽ ഇപ്പൊ അത് എന്റെ കൂടി ആവശ്യമാണ്, വാശിയാണ്. മുടക്കാൻ വഴിയുണ്ടെങ്കിൽ ആലോചിക്ക്. എന്താ അപ്പു നീ ഇങ്ങനെ? മാളു, കോൾ എടുക്ക. എനിക്ക് നിന്നോട് സംസാരിക്കണം. അപ്പോ നീയും എന്നെ ഒഴിവാക്കുക. നന്നായി. അപ്പു ഇപ്പോ എല്ലാവരുടെയും കണ്ണിലെ കരടാണ്, അല്ലേ മാളു? ഇപ്പൊ ഞാൻ കാരണം നമ്മുടെ വീട്ടുകാരും വല്ലാതെ അകന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മുരളിയങ്കിൾ വന്നിരുന്നു. ബിപിയുമായി അത്ര നല്ല ടേംസിലല്ല പിരിഞ്ഞത്. ഞാനും ബിപിയും കൂടി ചേർന്ന് നിന്റെ അരുൺ പാക്കാരനെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കരുതെന്ന്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ. പക്ഷെ ബിപി, ആ പാവത്തിന് ഒഴിവാക്കാമായിരുന്നു അങ്കിളിന്. ആകെ തകർന്നിരിക്കുക പാവം. ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും, അല്ലേ മാളു? അവരവരുടെ കാര്യം വരുമ്പോ എല്ലാവരും സെൽഫിഷാ, നീ പോലും. അപ്പോ സാരമില്ല, നീ പൊയ്ക്കോ മാളു. നീ പോയാ എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. അതൊരു പ്രശ്നം തന്നെയാ. പക്ഷേ സാരമില്ല, ഞാൻ ഓക്കെ ആയിക്കോളും. അപ്പോ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ വിചാരിച്ചാൽ ഒരു പരിഹാരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. ഓ, അപ്പൊ ഞാനാണ് പ്രശ്നം? അപ്പൊ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ. പറയാ, എന്താണ് നിന്റെ മനസ്സിലുള്ള സൊല്യൂഷൻ? ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കൊരു കൗൺസിലിങ്ങിന് പോയാലോ? നീ പറയാൻ പോകുന്നത് അത് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. കൗൺസിലിംഗ് നമുക്ക് വേണ്ടല്ലോ, എനിക്ക് മാത്രം പോരെ. പ്രശ്നം എന്റേത് മാത്രമാണല്ലോ. മാളു, ആരൊക്കെ ഇനി എത്ര കൗൺസിലിംഗ് ചെയ്താലും എന്റെ മനസ്സ് മാറില്ല. എന്റെ ജെൻഡർ എന്റെ ഇഷ്ടമാണ്, എന്റെ തീരുമാനമാണ്. അപ്പൊ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് മാളു. അതേക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് നിന്റെ തീരുമാനമാണ് അറിയേണ്ടത്. എന്റെ ഇഷ്ടത്തിനൊപ്പം, ജീവിതത്തിനൊപ്പം
നീ ഉണ്ടാവുമോ? അതിനാ എനിക്ക് ആൻസർ വേണ്ടത്. എന്താ എന്താ നീ ഒന്നും പറയാത്ത? അപ്പോ നമുക്ക് നാളെ സംസാരിക്കാം പ്ലീസ്. ഗുഡ് നൈറ്റ് അപ്പു. Damn it. ടാങ്കിലെ കാര്യം ഓർത്തിട്ട് ആകെ ഒരു ടെൻഷൻ. ടെൻഷൻ നിന്റെ കൂടപ്പുറപ്പാണല്ലോ. ഇപ്പൊ എന്താ പുതിയൊരു ടെൻഷൻ? അതല്ലെന്നേ, ഡോക്ടറെ കണ്ട ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ അത് ചെന്നാ മാനേജറോട് എങ്ങനെ അവതരിപ്പിക്കുന്ന ഓർക്കുമ്പോഴാ ഒരു പേടി. അതിനിത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? ലീവ് എടുത്ത് ടൂറിന് പോകാനൊന്നുമല്ലല്ലോ. അസുഖം വന്നാ പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ മാനേജർക്കും കാണുമല്ലോ അയാളുടേതായ ന്യായം. ആ എന്തെങ്കിലും ആവട്ടെ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? എല്ലാം നീ തന്നെയല്ലേ ഈ പറയുന്നേ. അമ്മ എവിടെ? എഴുന്നേറ്റോ? പൂജാമുറിയില്ല. ഇനിയിപ്പോ അമ്മയ്ക്ക് പൂജയ്ക്കും വഴിപാടിനുമുള്ള പുതിയ കാരണങ്ങൾ കൂടി വീണ് കിട്ടിയല്ലോ. ഏത് നേരവും ഇപ്പൊ മാളുവിന്റെ കല്യാണക്കാര്യമാ മനസ്സില്. അമ്മയുടെ ധൃതിയും വെപ്രാളൊക്കെ കണ്ടാൽ തോന്നും അടുത്ത ആഴ്ച എന്തോ കല്യാണമാണെന്ന്. ഒന്നാലോചിച്ച അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അശ്വതി. എന്ത്? അവളുടെ കോഴ്സ് കഴിയും മുമ്പേ കല്യാണം നടത്താമെന്നോ? അതെ. അത് വേണ്ടെന്നേ ഞാൻ പറയൂ. മാത്രമല്ല ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞാ അത് അവളുടെ പഠിത്തത്തെ ബാധിക്കും. മാത്രമല്ല നമ്മൾ ധൃതി പിടിച്ച് കല്യാണം നടത്തിയാ അത് വീപ്പിയേട്ടനും ഗീതേച്ചിയൊക്കെ വേറെ രീതിയിൽ എടുക്കൂ. അവരെ അപ്പൂനെയൊന്നും വിശ്വാസമില്ലാത്ത കൊണ്ടാ നമ്മൾ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയെന്നല്ലേ വിചാരിക്കാം. ഇനിയിപ്പൊ നമ്മൾ അതിന് ഒരുങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ. കോഴ്സ് കഴിയാതെ കല്യാണത്തിന് മാളു സമ്മതിക്കുമെന്ന് മുരളിയേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ അവൾ ആകെ സങ്കടപ്പെട്ട് നടക്കുക. അതിന്റെ കൂടെ അമ്മ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളാ. അതുപോലെ നമ്മളും വാശി പിടിക്കണം മുരളിയേട്ടാ. അവള് പഠിക്കട്ടെ. പിന്നെ അവരുടെ ഉറപ്പിന് വേണ്ടി ഒരു എൻഗേജ്മെന്റ് നടത്താം എന്നല്ലാതെ കല്യാണമൊക്കെ എക്സാം കഴിഞ്ഞ് മതിയെന്ന എന്റെ അഭിപ്രായം. ആ അവൾ എഴുന്നേറ്റിട്ടുണ്ടാവും, ഞാൻ ചായ കൊടുത്തിട്ട് വരാം. അശ്വതി, മാളൂന് ഞാൻ ചായ കൊടുത്തോളാം. നീ ചെന്ന് റെഡിയാവും. ഡോക്ടറെ കാണാനുള്ളതല്ലേ? ശരി. മാളു, മോളെ ചായ. അമ്മ എവിടെ അച്ഛാ? ആള് രാവിലെ നല്ല ബിസിയാ. ഇന്ന് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമല്ലേ? അതിനു മുൻപ് ജോലിയൊക്കെ ഒതുക്കണം. പിന്നെ ഇനി എന്താ മോളുടെ പ്ലാൻ? അല്ല, കോളേജിൽ പോയി തുടങ്ങുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ തന്നെ 3-4 ദിവസത്തെ ക്ലാസ് പോയില്ലേ? ഇനി ഇതിങ്ങനെ തുടർന്ന എങ്ങനെയാ മാളൂ? ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അറ്റൻഡൻസ് നഷ്ടാവില്ലേ? അത് പിന്നെ എക്സാം എഴുതുന്ന കാര്യത്തിനൊക്കെ ബാധിക്കില്ലേ? അറ്റൻഡൻസിന്റെ കാര്യം ഒരു പ്രോബ്ലം ആവില്ല എന്ന് തോന്നുന്നു. എന്നാൽ അത് പോരല്ലോ, ഇത്രയും ദിവസത്തെ ക്ലാസ് മിസ്സാവില്ലേ? ഇനിയിപ്പോ അതും കുഴപ്പമില്ല, നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ മാളു, അതിന്റെ ആവശ്യമില്ലല്ലോ മോളെ. കോളേജ് നിനക്ക് മറ്റു ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. പിന്നെ മോളെന്തിനാ ക്ലാസ്സിൽ പോകാതിരിക്കുന്നേ? അച്ഛാ, ഇതുവരെ ഞാനും ഒപ്പവും ഒരുമിച്ചല്ലേ കോളേജിൽ പോയി വന്നോണ്ടിരുന്നത്. ഇപ്പോ അപ്പു ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. അത് മാത്രല്ല അച്ഛാ, അന്നത്തെ ആ ഇഷ്യൂല് അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടി ഇൻവോൾവ് ആണ്. എന്നെ കൂടി കളിയാക്കിയതിനാ അന്ന് അപ്പു അവിടെ അത്രയും വയലന്റ് ആയത്. ശിക്ഷിച്ചത് അവളെ മാത്രമാണെങ്കിലും ഞാൻ കൂടി അതിന് കാരണക്കാരിയാണ്. ആ സ്ഥിതിക്ക് ഞാൻ മാത്രം ക്ലാസ്സിൽ പോകുന്നത് അപ്പനെ ഒറ്റപ്പെടുത്തുന്ന പോലെ ആവില്ലേ? നോ മാളു, അങ്ങനെ നിനക്ക് തോന്നേണ്ട ആവശ്യമില്ല.
ഇനി നീ കൂടി ക്ലാസ്സിൽ പോവാതിരുന്നോണ്ട് അപ്പുവിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, അത് നിന്നെക്കുറിച്ച് ടീച്ചേഴ്സിന്റെ മറ്റ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അന്ന് അരുൺ ഇവിടെ വന്നപ്പോഴും ആ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി നീ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് അപ്പുവിന് നിന്നോട് പിണക്കോ പരിഭവോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും ഒരാൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഗുണം ചെയ്യുകയുള്ളൂ. അപ്പുവിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിനക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാമല്ലോ. അതുകൊണ്ട് മോൾ ഇന്നു മുതൽ കോളേജിൽ പോകണം. വെറുതെ ക്ലാസ് മിസ്സാക്കണ്ട. അച്ഛാ, അപ്പനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട്. അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു മോളെ? അപ്പുവിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട. മോള് പോയി റെഡിയാവ്. രാവിലെ അമ്മയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ ഞാൻ പോകുന്നുണ്ട്. കൂട്ടത്തിൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാലോ? വേണ്ട അച്ഛാ, ഞാൻ അല്ലാതെ പോയിക്കോളാം. പറയുന്നത് കേൾക്കുമാളൂ. ഞങ്ങൾ ഏതായാലും ആ വഴിക്കാണല്ലോ. നിന്നെ അവിടെ വിട്ടിട്ട് പൊയ്ക്കോളാം. ചെല്ല്, വേഗം റെഡിയാകാൻ നോക്ക്. എന്തു പറ്റി? ഒന്നും കാണുന്നില്ലല്ലോ. ആ, രാവിലെ തന്നെ ഇതിന്റെ മുൻപിൽ ഇരിക്കാൻ പോവാണോ അമ്മ? പിന്നെ എനിക്ക് എന്തെങ്കിലും നേരം പോക്ക് വേണ്ടേടി പെണ്ണേ. രാത്രി മുഴുവനും ഒരു സീരിയൽ പോലും വിടാതെ കാണുന്നുണ്ടല്ലോ. പിന്നെന്തിനാ പകല് റിപ്പീറ്റ് കാണുന്നത്? ഇന്നലെ ഒരു നോക്ക് കാണാൻ സീരിയൽ കണ്ടതേ അത്രയ്ക്ക് അങ്ങോട്ട് വെടിപ്പായില്ല. മുരളി ഇടയ്ക്ക് വന്ന് ന്യൂസ് വെച്ചു. ഇപ്പോഴാവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് കാണാമല്ലോ. എന്നും ഉണ്ടാവും ഇതുപോലെ ഓരോ കാരണങ്ങള്. മാളു, നീ ഇതുവരെ റെഡിയായില്ലേ? വേഗം ആട്ടെ മോളെ, അമ്മയ്ക്ക് ഡോക്ടറെ കാണാനുള്ളതാ. ഓ, നിന്റെ പ്രാക്ക് വലിച്ചു. കേബിള് കിട്ടുന്നില്ല. കണക്കായിപ്പോയി. മുരളിയേട്ടാ, റെഡിയായില്ലേ? അതെ, തിരിച്ചു വരുന്ന വഴിക്ക് പച്ചക്കറിയും പഴവും ഒക്കെ വാങ്ങിക്കണേ. ഫ്രിഡ്ജിലുണ്ടായിരുന്നൊക്കെ തീർന്നു. ഞാനത് ഓർത്തതാ. വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഇത്തിരി ബേക്കറി ഐറ്റം ഒക്കെ കൂടി വാങ്ങിച്ചോ. മുറുക്കോ മിച്ചറോ അങ്ങനെ എന്തെങ്കിലും. TV കാണുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കുറിക്കാതെ എങ്ങനെയാ? അയ്യടാ, കുറച്ച് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ എങ്ങോട്ടാണെന്ന് അറിയോ? ഓ, ശകലം മതിയടി, ഒരു കൊതിക്ക്. ആകുന്ന കാലത്തല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റൂ. ആഹാ, മുത്തശ്ശിയുടെ മോള് നല്ല മിടുക്കിയായല്ലോ. ഇങ്ങനെ വേണം പെൺകുട്ടികളായ. അല്ലേലും എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്കാണെന്ന് പറയാം. കൂട്ടത്തിൽ നമ്മൾ ഉണങ്ങേണ്ട കാര്യമില്ലല്ലോ. കയ്യിലിരിപ്പ് കൊണ്ട് അവളെ പുറത്താക്കിയതിന് മോള് കോളേജിൽ പോകാതിരിക്കേണ്ട കാര്യം എന്താ? പിന്നെ നിന്റെ ആ ചെക്കനോടെ മുത്തശ്ശിയുടെ അന്വേഷണം പറയണം കേട്ടാ. ഈ അമ്മയുടെ ഒരു കാര്യം. നിനക്കെന്താ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്താ, കഴിഞ്ഞില്ലേ? പോവാം. ആ, ഞങ്ങള് റെഡിയാ. അല്ല, താൻ ആ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തോ? അയ്യോ, അത് മറന്നു. ഞാനിപ്പോ വരാവേ. വാ, പോവാ. വാ. ഗുഡ് മോർണിംഗ് അപ്പു. മോർണിംഗ് അങ്കിൾ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അശ്വതി എന്നാ ഡോക്ടറെ കാണിക്കേണ്ടത്. നീ എവിടെ പോവാ? ഞാൻ മാള് കോളേജിൽ പോകാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിയല്ലേ, അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കോളേജിൽ പോകാത്തതുകൊണ്ട് കറങ്ങി നടന്ന് ചുമ്മാ സമയം കളയരുത്. മോള് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ നോക്കണം.